നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ധനുരാശി, അതായത് മൂലം, പൂരാട, ഉത്രാടം, ആദ്യപാദം, ധനുരാശിയും ധനുലഗ്നവും. ഇവർ ജൂൺ 2 മുൻപായിട്ട്, 2026 ജൂൺ 2 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു വർഷക്കാലം വ്യാഴവും മാത്രമല്ല ശനിയും പ്രതികൂലമാണ്. ഏകദേശം ഒരു വർഷം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ആ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങളുടെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക. ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. 2026 ജൂൺ 2 വെളുപ്പിന് 1:48 AM ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് ഹംസയോഗത്തോടുകൂടി വ്യാഴം രാശി മാറുകയാണ്. അപ്പോൾ ധനുരാശിക്ക് 8ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ 8ാമത്തെ രാശി എന്ന് പറയുമ്പോൾ ആരോഗ്യം, ആയുസ് ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ നമുക്ക് വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. ഓക്കെ, അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. കൂടാതെ ഇത് ഹംസയോഗത്തോടുകൂടി ഉച്ചരാശിയായ കർക്കിടകം രാശിയാണ് വരുന്നത്. അപ്പോൾ അത് വലിയ ദുരിതമൊന്നും ആർക്കും ചെയ്യില്ല. പക്ഷേ ധനുരാശിക്ക് ഒരു കുഴപ്പമുള്ളത്, ശനിയും ഇപ്പോൾ ഈ കാലയളവിൽ, അതായത് 2026 ജൂൺ 2 മുതൽ 2027 ഏകദേശം ജൂൺ 2 വരെ ഒരു വർഷക്കാലം വ്യാഴം പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, അതുകൂടാതെ ആ കാലയളവിൽ തന്നെ ശനിയും പ്രതികൂലമാണ്, കണ്ടകശനിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് നിർഭാഗ്യം ഒരുമിച്ച് ധനുരാശിക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദയവേത് 2026 ജൂൺ 2 മുമ്പ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കാം. പിന്നെ ഇതിനൊരു പരിഹാരം എന്താണ്? ഒന്നാമതായിട്ട് വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മാത്രമല്ല, അവിടെ വഴിപാട് നടത്തണം. അതായത് മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ അലങ്കാരപ്രിയനാണ്, ശിവഭഗവാൻ അഭിഷേകപ്രിയനും. അപ്പോൾ നമ്മൾ വ്യാഴത്തിൻ്റെ ഈ പ്രതികൂലാവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും വ്രതമെടുത്ത് മഹാവിഷ്ണുവിന് ഒരു തുളസിമാല ചാർത്തുക. അത് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തൊട്ടടുത്തുള്ള ഈ പ്രസാദമൊക്കെ വിൽക്കുന്ന കടകളിൽ അവിടെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ തുളസിമാല വാങ്ങിച്ച് കൊടുക്കാൻ ശ്രമിക്കാം. പിന്നെ തീർച്ചയായിട്ടും പാൽപ്പായസം, പിന്നെ സഹസ്രനാമ അർച്ചന, അതുപോലുള്ള വഴിപാടുകൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക. തീർച്ചയായിട്ടും പിന്നെ വ്യാഴം ഒരു ശുഭഗ്രഹമാണ്, ഉച്ചക്ഷേത്രത്തിലുമാണ്, ഹംസയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ദുരിതങ്ങളൊന്നും വരില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ കണ്ടകശനിയുമാണ് ഈ ഒരു വർഷക്കാലം. അപ്പോൾ ആ ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവന്, അഭിഷേകപ്രിയനായ ശിവന് നമ്മൾ ജലധാര അല്ലെങ്കിൽ ഭസ്മാഭിഷേകം, പിന്നെ നിരവധി ദ്രവ്യങ്ങൾ കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യാം. ജലം മാത്രമല്ല, മറ്റ് പല ദ്രവ്യങ്ങൾ കൊണ്ട് നമുക്ക്
വഴിപാടുകൾ അഭിഷേകം ചെയ്യാം. പിന്നെ ശനിയും വ്യാഴവും ഒരുമിച്ച് പ്രതികൂലമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ചൊവ്വ പ്രതികൂലമാകുമ്പോൾ, ഇപ്പോൾ ഇവിടെ മെയ് 11 5-ാം ഭാവത്തിലേക്ക് വരുന്നു ചൊവ്വ. അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം മെയ് 11 ശേഷം ഒരു 45 ദിവസം കഴിയുമ്പോൾ ചൊവ്വ 6-ാം ഭാവത്തിൽ വരും, ഇടവത്തിൽ വരും. അപ്പോൾ അത് ചൊവ്വ അനുകൂലമാണ്. പക്ഷേ പിന്നീട് 7-ാം ഭാവത്തിൽ വരുമ്പോൾ, പിന്നെ 8-ാം ഭാവത്തിൽ വരുമ്പോഴൊക്കെ അപകടങ്ങൾ നമ്മൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെയാണ് സൂര്യനും. സൂര്യൻ ഈ പറയുന്ന കണക്ക് നമ്മൾ മെയ് 15 ശേഷം ഇടവത്തിൽ വരും. അപ്പോൾ അനുകൂലമാണ് ധനുരാശിക്ക്, 6-ാം ഭാവത്തിൽ അനുകൂലമാണ്. പക്ഷേ അത് 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും വരുമ്പോൾ പിന്നെ, അതായത് മിഥുനം മാസത്തിലും കർക്കിടക മാസത്തിലും സൂര്യനും പ്രതികൂലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാലയളവിൽ ചൊവ്വയും സൂര്യനും രണ്ടും പാപഗ്രഹങ്ങളാണ്. അപ്പോൾ അത് പ്രതികൂലമാകുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വാഹനാപകടങ്ങൾ, പിന്നെ യന്ത്രസാമഗ്രികൾ ഏതായാലും സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ അഗ്നി ഭയം ഉണ്ടാവാം. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അതിന് നാരായണീയത്തിലെ അസ്മിൻ പരാത്മൻ എന്നുള്ള ആ ശ്ലോകം കുറഞ്ഞത് ഒരു 11 തവണയെങ്കിലും എല്ലാ ദിവസവും ജപിക്കുക. അപ്പോൾ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പിന്നെ ഇതുപോലുള്ള ദുര്യോഗങ്ങൾ മറികടക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾക്കും വേണ്ടി എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. നമുക്കത് ഉത്തരം പറയാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം: 9847291363. തുലാം രാശി ധനുരാശിക്കാർക്ക് ഈശ്വരൻ്റെ സഹായത്തോടുകൂടി ഈ ഒരു കാലയളവ് സുരക്ഷിതമായിട്ട് മറികടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനുരാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.